കൊടകര കള്ളപ്പണ കേസ് വെറും കവർച്ചാ കേസാണെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. താൻ ഒരു അഴിമതി കേസിനും പ്രതിയല്ല എന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. കൊടകരയിൽ കവർച്ച ചെയ്ത 3.5 കോടി രൂപ BJPയുടെ പണമാണെന്ന പ്രത്യേകാന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അവിടെ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ എൻ്റെ പേരിൽ കേസെടുക്കുന്നത്? ആ ഒരു കവർച്ചാ കേസാണ്. ആ കേസിലെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ നിയമപരമായ കാര്യങ്ങൾ വെറുതെ ഒരു കേസെടുക്കാൻ കഴിയുമോ? എൻ്റെ പേരിൽ ഒരു കേസും എടുക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാലും കഴിയില്ല. കൊടകരയിലേത് കള്ളപ്പണ കേസല്ലെന്നും കവർച്ചാ കേസാണെന്നുമാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കർണാടകയിൽ നിന്ന് BJP കേരളത്തിലെത്തിച്ച 3.5 കോടി രൂപ തൃശ്ശൂരിലെ കൊടകരയിൽ വെച്ച് തട്ടിയെടുക്കുകയായിരുന്നു. സംഭവം നടന്ന് ഏപ്രിൽ 4-ന് 3 വർഷം പൂർത്തിയാകും. ആദ്യഘട്ടത്തിൽ കേസന്വേഷണം തകൃതിയായി മുന്നോട്ട് പോയി. പക്ഷെ പിന്നീട് അന്വേഷണം മന്ദഗതിയിലായി. അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ മാറ്റുകയും ചെയ്തതോടെ അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു. പ്രതികളെല്ലാം ജാമ്യത്തിലുമിറങ്ങി. ഇതോടെ CPM BJP ധാരണയെ തുടർന്ന് അന്വേഷണം അട്ടിമറിച്ചെന്ന ആരോപണവും ഉയർന്നു. അവിടുന്ന് ഇങ്ങോട്ട് CPM നേതാക്കളോ BJP നേതാക്കളോ ഈ കേസിനെക്കുറിച്ച് അധികമൊന്നും മിണ്ടിയതേയില്ല. കൊടകരയിൽ കവർന്ന 3.5 കോടി രൂപയിൽ 1.4 കോടി രൂപ മാത്രമാണ് കണ്ടെത്തിയത്. ബാക്കിയുള്ള 2 കോടി രൂപ എവിടെ പോയെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. 2021 ഏപ്രിൽ 4-ന് പുലർച്ചെ 4:40-നാണ് കൊടകരയിൽ വ്യാജ അപകടമുണ്ടാക്കി കാർ തട്ടിക്കൊണ്ടുപോയി 3.5 കോടി രൂപ കവർന്നത്. 23 പേരെ അറസ്റ്റ് ചെയ്ത കേസിൽ BJP നേതാക്കളടക്കം 19 പേർ സാക്ഷികളാണ്. മതിയായ രേഖകളില്ലാത്ത പണം സൂക്ഷിക്കുന്നതെല്ലാം കേസെടുത്ത് അന്വേഷിക്കുന്നത് സജീവമായ നാട്ടിലാണ് കൊടകര കള്ളപ്പണ കേസിൽ അന്വേഷണ ഏജൻസികൾ മിണ്ടാതിരിക്കുന്നത്. റിപ്പോർട്ടർ, തൃശൂർ, തിരുവനന്തപുരം.